പാർട്ടികളിൽ നിന്ന് എംപിമാർ വിമതരായി NDA പക്ഷത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ഈ നടപടികൾ തുടരുകയാണ്. TMCയിൽ തുടങ്ങി ഉദ്ധവ് താക്കറെ, ഇനിയിപ്പോൾ സമാജ്വാദി പാർട്ടി, ജാർഖണ്ഡ് മുക്തി മോർച്ച തുടങ്ങിയ പാർട്ടികളിൽ നിന്നൊക്കെ തന്നെ എംപിമാരും MLAമാരുമൊക്കെ BJP NDA പക്ഷത്തേക്ക് വിമതരായും അല്ലാതെയും ചേക്കേറും എന്ന റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന, അതിൽ നിന്ന് 6 എംപിമാർ ഷിൻഡെ വിഭാഗത്തിലേക്ക്, അതായത് NDA പിന്തുണയ്ക്കുന്ന ഷിൻഡെ വിഭാഗത്തിലേക്ക് മാറാനായി സ്പീക്കർക്ക് കത്ത് നൽകി സ്പീക്കറുമായി ഈ വിഷയം ചർച്ച ചെയ്തതായിട്ടാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. തീർച്ചയായിട്ടും ജാർഖണ്ഡ് മുക്തി മോർച്ചയെ അപ്പാടെ അടർത്തിമാറ്റി NDAയിലേക്ക് കൊണ്ടുപോരാനുള്ള ശ്രമങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഇത് രാഷ്ട്രീയമാണ്. ഇത്തരം നീക്കങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ബില്ലുകൾ പാസ്സാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എംപിമാരുടെ ഒക്കെ തന്നെ പിന്തുണ വേണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ BJP NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് വിമതരായ 6 ലോക്സഭാ എംപിമാർ ഇന്ന് ഔദ്യോഗികമായി ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ചേരും. അല്പസമയത്തിനകം തന്നെ അതിന്റെ നടപടികൾ പൂർത്തിയാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുംബൈയിൽ നടക്കുന്ന ചടങ്ങിലാണ് അവർ ഔദ്യോഗികമായി ഷിൻഡെ പക്ഷത്തേക്ക് എത്തുന്നത്. NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലോക്സഭയിൽ തുടരാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വിമത എംപിമാർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തും നൽകിയിട്ടുണ്ട്. അതേസമയം വിമത എംപിയായ കൃഷ്ണ നാഗേഷ് അഷ്ടിക്കറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഉദ്ധവ് വിഭാഗം അറിയിച്ചു. ഹിംഗോളി എംപിയായ അഷ്ടിക്കർ ഉദ്ധവ് പക്ഷം വിട്ട് ഷിൻഡെ ക്യാമ്പിലേക്ക് പോകുന്നതായി വ്യക്തമാക്കുന്ന ഒരു വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ജനവിധിയെ അവഗണിച്ചാണ് വിമതർ പ്രവർത്തിക്കുന്നത് എന്നും BJPയുമായി കൈകോർക്കുന്നത് യഥാർത്ഥ ശിവസേനയുടെ നിലപാടല്ല എന്നും ആദിത്യ താക്കറെ, ഉദ്ധവ് താക്കറെയുടെ മകൻ, വ്യക്തമാക്കി. 6 എംപിമാരുടെ കൂടി പിന്തുണ ലഭിക്കുന്നതോടെ ലോക്സഭയിൽ NDAയുടെ അംഗബലം 319 ഉയരും. ഇതുതന്നെയാണ് ഇത്തരത്തിൽ അംഗബലം ഉയർത്തി കൃത്യമായ ഒരു ശക്തി സൃഷ്ടിക്കാനായിട്ട് ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നതിനും മറ്റും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ കൃത്യമായ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ബംഗാൾ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ NDA ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ കുതിരക്കച്ചവടമെന്നും ഇതിനെ ചാക്കിട്ടുപിടുത്തമെന്നും റിസോർട്ട് രാഷ്ട്രീയമെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട്. ഇവിടെ കോൺഗ്രസിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ആരെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് DMKയുമായിട്ട് തമിഴ്നാട്ടിൽ ബഹളമുണ്ടാക്കി, വഴക്കുണ്ടാക്കി, ഇറങ്ങിപ്പോയി, ഒന്നും പറയാതെ ചതിച്ച് TVKയുടെ കൂടെ പോയി, അതൊക്കെ രാഷ്ട്രീയത്തിന്റെ മനോഹാരിത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇതിനൊക്കെ അനുകൂലമായിട്ട് വാർത്തകൾ നൽകുകയും മുഖപ്രസംഗം എഴുതുകയും ഒക്കെ ചെയ്തു. പക്ഷേ NDA BJPയിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ, അത് വിമതരായിട്ടാണെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിച്ച് ഒക്കെ ആണെങ്കിലും തന്നെ, അതൊക്കെ കുതിരക്കച്ചവടവും ചാക്കിട്ടുപിടുത്തവും രാഷ്ട്രീയവുമായി മാറുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം അതങ്ങനെ അതിനെ മാറ്റിയെടുക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ അത്തരം ധാരണകൾ, തെറ്റായ ധാരണകൾ പടർത്തിവിടുകയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഏതാണ്ട് തകർന്ന തരിപ്പണമായിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാജ്വാദി പാർട്ടിയിലേക്കാണ് എത്തുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഇനിയിപ്പോൾ അച്ഛനും അമ്മയും മക്കളും അല്ലെങ്കിൽ മരുമക്കളും ഒക്കെ മാത്രമായ അംഗങ്ങളായിട്ട് പല പാർട്ടികളും മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവർക്കൊക്കെ തന്നെ ജനപിന്തുണ കുറയുന്നു. അവരിൽ നിന്ന് എംപിമാരും MLAമാരും ഒക്കെ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ തന്നെ NDA പാളയത്തിലേക്ക് പല രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പാർട്ടി രൂപീകരിച്ചും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി തുടരുകയാണ്. അവസാനം കുടുംബ രാഷ്ട്രീയം, ഇപ്പോൾ സമാജ്വാദി പാർട്ടി ആണെങ്കിൽ, അല്ലെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച ആണെങ്കിലും ഒക്കെ തന്നെ ഒരു കുടുംബ പാർട്ടിയാണ്. ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഒക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. അവരുടെ ഇളയച്ചനും ഒക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. സമാജ്വാദി പാർട്ടി ആയാലും അങ്ങനെ തന്നെ. അപ്പം അത്തരത്തിൽ കുടുംബാംഗങ്ങൾ മാത്രമായി ഈ പാർട്ടികളൊക്കെ തന്നെ ചുരുങ്ങും. NDA BJP വലിയ ഒരു ശക്തിയായി വരും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2029 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇവരെയൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ ഒരു മഹാസഖ്യമായി BJP NDA സഖ്യം മാറും എന്ന് പറയുന്നവരും വിലയിരുത്തുന്നവരും ഉണ്ട്.